മെല്ലെ കഴിച്ചാൽ മതി. ഞാൻ ലിവിംഗ് റൂമിൽ കാണും. ന്യൂസിന് സമയമായേ. മതി മതി, താങ്ക്സ്. എനിക്ക് വേണ്ടി ചെലവിടുന്ന സമയത്തിന് നന്ദി, ഒപ്പം എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്. പക്ഷേ ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടു പോയി. നല്ല ചിത്രം. നമുക്ക് നല്ല സുഹൃത്തുക്കളായി തന്നെ ഇരിക്കാം. ഒരു ചെറിയ സന്തോഷത്തിന് പോലും കാത്തിരിക്കാനില്ല എന്ന് ഉറപ്പായ എൻ്റെ വഴിയിൽ എനിക്കേറെ ഇഷ്ടമുള്ള എൻ്റെ പൂക്കളുമായി കടന്നു വന്നവൻ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. ഒരു നന്ദി വാക്ക് പോലും കേൾക്കാതെ അവൻ പോയി. ഫെബ്രുവരി 17 എൻ്റെ പെയിന്റിംഗ് എക്സിബിഷൻ. സിദ്ധാർത്ഥ് വരുമെന്ന് പറഞ്ഞ ദിവസം ഞാൻ അവനെ കാത്തിരിക്കുകയാണ്. വെറുതെ കാത്തിരിക്കുന്നില്ല, അർത്ഥമില്ല. നമുക്ക് അവനെ അന്വേഷിക്കാം. ആരെ കാണണമെന്നാ പറഞ്ഞത്? സിദ്ധാർത്ഥ് ഇവിടെ ആർട്ട് ഡയറക്ടറായിരുന്നു. ജസ്റ്റ് എ മൊമെന്റ് പ്ലീസ്. രവി പറയൂ. സർ, ചെറിയൊരു പ്രോബ്ലം. എന്താ പറ്റി? സിദ്ധാർത്ഥിനെ കാണണമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. അയാളുടെ വേറെ ബൂട്ട്സ് വേണമെന്നാണ് പറയുന്നത്. ആര്? ഈഷയോ? അതെ, കൂടെ വേറൊരാളും. അവളുടെ അപ്പൂപ്പനാണോ? അല്ല സർ, ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ആ പഴയ അഡ്രസ്സ് കൊടുത്താൽ മതി, അവിടെ തീരുമല്ല. ആ ഫോൺ നമ്പർ ഇപ്പോൾ ആക്റ്റീവ് അല്ല. വരൂ. കോഫി. സ്റ്റോർ റൂമാ, ആകെ ഡസ്റ്റായി കിടക്കുക. നീ ഞാൻ പറയുന്ന മനസ്സിലാക്ക് സിദ്ധാർത്ഥ്. അതിനാദ്യം എന്നെ വിശ്വസിക്കേ. യു ജസ്റ്റ് ബിലീവ് മീ. നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ സാർ? സാർ എന്നെ, ഞാൻ സാറിനെ. ഒരു മിഡിൽ ക്ലാസ് ജീവിതത്തിൻ്റെ കുറേ ഇമേജസ് ഇല്ലേ സാർ?
മുറ്റത്തൊരു മോട്ടോർ സൈക്കിളും ലിവിംഗ് റൂമിന്റെ ചുവരുകളിൽ ക്രയോൺസിന്റെ കുത്തിവരകളുമുള്ള ഒരു ചെറിയ വീട്. പുറത്ത് പെയ്യുന്ന മഴ കണ്ട് ഈ CD പ്ലെയറിൽ യേശുദാസിന്റെ പഴയ പാട്ട് കേട്ട് അവളെയും ചേർത്ത് പിടിച്ച് ഉറങ്ങാതെ കിടക്കുന്ന രാത്രികൾ. ചിലപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് സാർ അങ്ങനത്തെ ഒരു സാധാരണ ജീവിതം. ക്രയോൺസിന്റെ കുത്തിവരെയും ദാസേട്ടന്റെ പാട്ടും. 100 ചില്ലാനും കോടി ആളുകളുണ്ട് സിദ്ധാർത്ഥ് നീ പറഞ്ഞ ജീവിതം ജീവിക്കുന്നവരായിട്ട്. എല്ലാവരും ജീവിക്കുന്ന ജീവിതം അസാധാരണമായി തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. നിന്നെപ്പോലെ ഇത്തരം ചില പൈങ്കിളി വിഷ്വൽസ് കൊണ്ടുവരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് ഡൽഹി ഫോഴ്സിൽ. ആദ്യമൊക്കെ അവളെക്കുറിച്ച് ഓർത്ത് അവൻ പറയാറുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ നൈറ്റിയുടെ പിൻഭാഗം നനച്ചുകൊണ്ട് കിടക്കാറുള്ള അവളുടെ തലമുടി. ദാറ്റ് ഈസ് ദ മോസ്റ്റ് റൊമാൻറ്റിക് മെറ്റഫർ ഹി ഹാഡ്. എന്നിട്ടെന്താ, അവൻ അവളെ കെട്ടി. അതോടെ ആ ലല്ലാ വിഷ്വലും പോയി. ഹി സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് ഹർ. നനഞ്ഞ നൈറ്റി ഈറിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധമായി. സോ ദാറ്റ്സ് ലൈഫ്. അപ്പോൾ അത് വിട്ടേക്കോ സിദ്ധാർത്ഥ്, നിന്റെ വിഷ്വൽസ്, നിന്റെ ഇമേജസ്. കഴിയുന്നില്ല സാർ. ഐ ഹേറ്റ് ടു സേ ഇറ്റ്, ബട്ട് ഐ എം സ്റ്റക്ക് ഓൺ ഹർ. അവൾക്കിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാൻ സമയമില്ല സിദ്ധാർത്ഥ്. അവളുടെ ജീവിതത്തിൽ വേറൊരാളുണ്ട്, മറ്റൊരു പുരുഷൻ. ആര്? ഒരു സാധാരണക്കാരൻ. ഡൗൺ ടൗണിൽ ചെറിയൊരു ബിസിനസ് ഉണ്ട്. 3 വർഷമായി ബാങ്കോക്കിൽ. ഞാൻ അന്വേഷിച്ചിരുന്നു അയാളെ പറ്റി.